ആ ഈ പന്നിക്കുഞ്ഞുങ്ങളൊക്കെ എന്ത് ക്യൂട്ടാ. അതെ, എൻ്റെ പ്ലേറ്റ് ഇരിക്കുമ്പോൾ ഇന്ത്യ ചൈനീസ് ബന്ധത്തിൽ ഉരുത്തിരിഞ്ഞ ഇട്ടുമാണി കഴിഞ്ഞ ഏറ്റവും നല്ല കണ്ടുപിടുത്തം ചില്ലി പോർക്ക്. മറ്റ് എല്ലാ ചൈനീസ് ഡിഷുകളും പോലെ കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക് ഇത് വരട്ടിയ പോർക്ക് നമ്മൾ എണ്ണയിൽ വറുത്തങ്ങെടുക്കും. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതിൽ ഇഷ്ടം പോലെ ചില്ലി, സവാള, ചതച്ച ഗാർലിക് ഉണ്ട്. നമ്മൾ പോർക്ക് വറുത്ത അതേ എണ്ണയിൽ ഇവരെ നമ്മൾ കുളിപ്പിക്കാൻ പറ്റും. എന്തൊക്കെ കള്ളം പറഞ്ഞാലും സവാളയുടെ കളർ കള്ളം പറയത്തില്ലെന്നാണ് പറയുന്നത്. നമ്മൾ വരണ്ട സവാളയിൽ ഉപ്പ്, സോയ് സോസ്, റെഡ് ചില്ലി സോസ്, കെച്ചപ്പ് ഇത്രയും മിക്സ് ചെയ്യും. അതൊരു ഗ്രേവി ആയി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പോർക്ക് അങ്ങ് ചേർത്ത് കൊടുക്കും. അങ്ങനെയാണ് പോർക്ക് ചില്ലി ഉണ്ടായത് മക്കളെ. പോർക്ക് ഫ്രൈഡ് റൈസ് ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് ഫ്രൈഡ് റൈസ് റെസിപ്പി ചെയ്ത്. അപ്പോൾ എങ്ങനെ ആരംഭിക്കലാമാ? പച്ചമുളക്, സവാള, പോർക്ക്. അത് നമുക്ക് പോർക്ക് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഓയിൽ കിടന്ന് ഫ്രൈഡ് റൈസ് ചെയ്യുക. ഒരു നല്ല ഫ്രൈഡ് റൈസിൽ എല്ലാ ലെയറും ഫ്ലേവറാണ്. ഇപ്പോൾ ഈ പോർക്കിന് ഉപ്പും പെപ്പറും മാത്രം ഇട്ടാലും മതി. പോർക്ക് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം സിമ്പിളാണ്. ഗാർലിക്ക്, വെജീസ് ഇത്രയും നല്ലപോലെ വഴറ്റിക്കഴിഞ്ഞ് നമ്മൾ എഗ്ഗ് ചേർക്കും. എഗ്ഗ് നല്ലപോലെ കുക്കാണോ അതിൻ്റെ മോയ്സ്ചറെല്ലാം പോകണം. എന്നിട്ട് നമ്മൾ പോർക്ക് ചേർക്കും. പിന്നെ റൈസ്, പിന്നെ സോയ് സോസ് ഒഴിക്കാത്ത ഒരു സാധനത്തിനെ ഫ്രൈഡ് റൈസ് എന്ന് വിളിക്കുന്നത് ഞാൻ കേൾക്കരുത്. നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി ചില്ലി ഓയിൽ, MSG ഒക്കെ ചേർക്കാം. MSG ഓപ്ഷനിലാണ്, പക്ഷേ ഓത്തൻറ്റിക് ആയിട്ടുള്ള ചൈനീസ് കുക്കിങ്ങിൽ MSG മാറ്റി വെക്കാൻ പറ്റാത്തൊരു ഘടകമാണ്. ജ്യൂസി ആയിട്ടുള്ള മീറ്റ്, ഫ്ലഫി ആയിട്ടുള്ള റൈസ്, ഇതാണ്